നാട്ടിൽ ഓരോ അവധിക്ക് വരുമ്പോഴും ഓരോ യാത്ര ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നാട്ടിലൊരു വെക്കേഷൻ വന്നിട്ട് കുറച്ചധികം നാളുകളായി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു യാത്രയും കുറേ അധികം നാളുകൾക്ക് ശേഷമാണ്. ഞാൻ ഇൻസാഫ്, എൻ്റെ കൂടെ എപ്പോഴത്തെയും പോലെ ഫിനു പിറകിലിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം കൂട്ടിന് മറിയമുണ്ട്. ഇപ്രാവശ്യം കർണാടകയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ആദ്യം ഹംപി, പിന്നെ ദന്തേലി, അത് കഴിഞ്ഞ് ഗോകർണ. അതാണ് റൂട്ട് പ്ലാൻ. നാട്ടിൽ നിന്ന് ഹംപിയിലേക്ക് 600ഓളം കിലോമീറ്റർ ഉണ്ട്. 2 ദിവസം കൊണ്ട് കടന്നു വന്ന റോഡുകൾ ഏറെയും ഗ്രാമത്തിൽ കൂടിയാണ്. റോഡിന് ഇരുവശത്തും കാണാൻ സാധിച്ചത് കൃഷിക്കാരും പിന്നെ അവരുടെ കൃഷിപ്പാടങ്ങൾ മാത്രമാണ്. Come to the water where you will find peace. Take a step into the river and get down on your knees. Come to the mountain while taking in the view. You will find that life is greater than you knew. When you go through the storm, I will hold you, keep you warm. When you stay in the night, I will shelter, I will fight, I will fight. ഇന്ത്യയിലെ മറ്റേതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസുകളിൽ തന്നെ ഹംപിയിലും പഴയ രാജഭരണത്തിൻ്റെ അവശേഷിപ്പുകൾ കാണാനുണ്ട്. പുരാതന ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളിൽ ഏറെക്കുറയും അമ്പലങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിർമ്മിതികളോ ആണെന്ന് പറയാം. അതുകൂടാതെ ക്യൂൻസ് ബാത്ത്, എലിഫന്റ് സ്റ്റേബിൾ പോലുള്ളവയും ഹംപിയിൽ കാണാനുണ്ട്. അതോടൊപ്പം ഹിന്ദു പുരാണത്തിലെ ഹനുമാന്റെ ജന്മസ്ഥലമായ അഞ്ചാന്തരി ഹിൽസ് എന്നുള്ള കാഴ്ചയും വളരെ ഭംഗിയുള്ളതാണ്. ഇപ്പോൾ മരത്തടിയെ നമ്മൾ എങ്ങനെ സുലഭമായും കരവിരുതോടുകൂടിയും ഉപയോഗിക്കുന്നുവോ അതുപോലെ ആയിരിക്കണം അക്കാലത്തെ കല്ലാശാരിമാർ കല്ലിൽ നിർമ്മിതികൾ കൊത്തിയുണ്ടാക്കിയത്. കാരണം അതിന് മാത്രം കല്ലിൽ കൊത്തിയുണ്ടാക്കിയ നിർമ്മിതികളുണ്ട് കാണാൻ ഹംപിയിൽ. ഹംപിയിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇന്ത്യയിൽ മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത ലാൻഡ്സ്കേപ്പാണ്. ചുറ്റും ഏത് നിമിഷവും താഴേക്ക് ഉരുണ്ടി വീഴാം എന്ന രീതിയിൽ സ്ഥിതി ചെയ്യുന്ന ഉരുളൻ കല്ലുകൾ. ഈ ഉരുളൻ കല്ലുകളെല്ലാം രൂപപ്പെട്ടത് മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് സംഭവിച്ച വോൾക്കാനിക് ഇറപ്ഷൻ കാരണമാണ്. ഈ ബോൾഡേഴ്സ് തന്നെയായിരിക്കണം പിന്നീട് വിജയനഗര കാലഘട്ടത്തിൽ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഹംപിയുടെ ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് തന്നെ വേണ്ടിവരും എന്നുള്ളതിനാലും അവിടുത്തെ പല ഹിസ്റ്റോറിക്കൽ പ്ലേസിലും വീഡിയോഗ്രാഫിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനാലും നമ്മളധികവും ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തത് അവിടുത്തെ ലാൻഡ്സ്കേപ്പാണ്. അതാണെങ്കിൽ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട് താനും. bukaan baad kala cunayo ambiyaha dayayno sidii neef bukaanan bartawaan alla beerkaay maxay yartu beeli ilahay
ma sidaan u bukoodayna ii baananay ma sidaan u basaasayna ii boortiray alla beerkaay maxay yartu biilielahay yartu biilielahayd alla beerkaay maxay yartu biilielahay ambaqsade bidhaanteeda ma raadisaan naftan beherka iyo boga igaaga mudan ambaqsade bidhaanteeda ma raadisaan baaqinahan diriya baalinan baafiyaba wixiani baday gowaanaa sawiro baaqinahan diriya baalinan baafiyaba وحياني بالي بغلا ما صويره ويبر له شوق وحنا هاي بكام بركة عمري أنبياء الدين وسيدي بكام بركة على بركة محير تبني لهي basidaanu bukoodayna ii baananayn ma sidaanu basaasayna ii boortirayn alla beerkaay maxay yartu biilielahayd yartu biilielahayd alla beerkaay maxay yartu biilielahayd ma sidaanu bukoodayna ii baananayn تعي نسقي أبي كاين تعلم شو ودن كلنا أبي كاين تعلم سلوكي صغيرة أبي سعرات سلوكي صغيرة أبي سعرات أسلام وتركي بخطر عاد مرحبا سلامة رفيقة سلام Udah bos? वॉल्केनो से ये पूरा ठंड होने के बाद ऐसा गोल गोल हो गया, थोड़ा जगह पे क्रैक हो गया। हाँ ओके। ठंड होने के- लेकिन इतना तो बड़ा एरिया ना? हाँ, हम पे ये एरिया को बोलते हैं किसकिंदा बोलता है, हाँ ये नॉर्थ हम्पी बोलता है थोड़ा लोग, ये पूरा एरिया किसकिंदा। करेक्ट। सो तुंगभद्रा के उस साइड पे विजयनगर, विजयनगर ये किष्किंधा। ये किसकिंदा बोलता है, ये भी विजयनगर ही है, अच्छा ये किसकिंदा बोलता है सारा लोग, अच्छा पुराना से किसकिंदा ये एरिया। उस तरफ विरूपाक्षी का मंदिर है ना, हाँ हम्पी बोलता है। बराबर। इधर से रन करना, उधर ही जंप करना क्या? इधर से रन कर को ये तो लास्ट स्टेप ले लो, हाँ। नहीं तो वो तो लास्ट स्टेप ले लो, ठीक है। आगे नीचे आगे। पत्थर कुछ नहीं है ना?
बाजू में है, हाँ थोड़ा लॉन्ग कर। ओके, वो इधर आना क्या? हाँ रेडी?